അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തെ വ്യത്യസ്ത സമൂഹമായി, വ്യത്യസ്ത ഗോത്രങ്ങളായി റബ്ബ് കൃത്യമായ രൂപത്തിൽ വിധാനിച്ചു. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് നമുക്കോരോരുത്തർക്കും ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിലൂടെ കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യം പല ആവർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്തുന്നത് കൃത്യമായ രൂപത്തിൽ കാണാൻ കഴിയും. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വ ഈതാഇ ദിൽ ഖുർബാ. മനുഷ്യരോടുള്ള കൽപ്പനയാണ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്, നീതി പാലിക്കുവാനും അതുപോലെ തന്നെ നന്മ ചെയ്യുവാനും കൽപ്പിക്കുകയാണ്. ഇതേ രൂപത്തിൽ വ ഈതാഇ ദിൽ ഖുർബാ, തങ്ങളുടെ കുടുംബക്കാരോട് അവരേറ്റവും നല്ല രൂപത്തിൽ പരിഗണിക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഉത്ബോധനത്തിനായി എഴുന്നേറ്റ് നിന്ന സന്ദർഭങ്ങളിലെല്ലാം സ്വഹാബത്തിനെ പഠിപ്പിക്കാറുണ്ടായിരുന്ന ഒരായത്ത്, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബത്ത മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ ഇത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. കുടുംബബന്ധത്തെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന അതേ രൂപത്തിൽ വൽ അർഹാം, കുടുംബബന്ധത്തെയും നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, കുടുംബ ബന്ധത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. മാത്രമല്ല, ഒരിക്കൽ അതേ റസൂൽ തന്നെ കൃത്യമായി പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. ഇന്ന റഹിമ മുഅല്ലഖത്തും ബിൽ അർശ്, അള്ളാഹുവിന്റെ അർശുമായി ബന്ധപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ സിംഹാസനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമാണ് കുടുംബബന്ധം എന്ന് പറയുന്നത്. വലൈസൽ വാസിലു ബിൽ മുകാഫി, പകരത്തിന് പകരം ചെയ്യലല്ല കുടുംബബന്ധം. നമ്മൾ പലരും മനസ്സിലാക്കിയതാ, നമ്മളെ കുടുംബക്കാർ ഇങ്ങോട്ട് നമ്മളെ വീട്ടിൽ വന്ന് സന്ദർശിച്ചാൽ നമ്മൾ അവിടെ പോയി സന്ദർശിക്കും, ഇങ്ങോട്ട് വല്ലതും കൊണ്ടുവന്നാൽ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും, നമ്മളെ ക്ഷണിച്ചാൽ തിരിച്ച് നമ്മൾ ക്ഷണിക്കും, നമ്മളോട് സംസാരിച്ചാൽ നമ്മൾ തിരിച്ച് സംസാരിക്കും, അവരിങ്ങോട്ട് സന്ദർശിച്ചാൽ നമ്മൾ അങ്ങോട്ട് സന്ദർശിക്കും. അതല്ല കുടുംബബന്ധം. റസൂലുള്ളാഹി കൃത്യമായി പഠിപ്പിച്ചു, വലൈസൽ വാസിലു ബിൽ മുകാഫി, ചേർക്കുന്നതിനെ വീണ്ടും ചേർക്കുന്ന പണിയല്ല കുടുംബബന്ധം. അത് കുടുംബബന്ധം എന്ന് പറഞ്ഞാൽ വലാകിന്നൽ വാസിൽ അല്ലദീ ഇദാ ഇൻഖതഅത് റഹിമഹു വസലഹ, മുറിഞ്ഞു നിൽക്കുന്ന ബന്ധങ്ങൾ നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വല്ല സംസാരം കൊണ്ടോ ഇടപെടൽ കൊണ്ടോ പ്രയാസമുണ്ടായി മാറി നിൽക്കുന്ന മുറിഞ്ഞുപോയ ആ ബന്ധങ്ങളെ ചേർത്ത് നിർത്തുന്നതിനെയാണ് കുടുംബബന്ധം ചേർക്കലെന്ന് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ അർശുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പരിപാവനമായ ആ ബന്ധം ഏതെങ്കിലും നിലക്ക് നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ ഏതെങ്കിലും കുടുംബക്കാർ ബന്ധം വിച്ഛേദിച്ച് നിൽക്കുന്നുവെങ്കിൽ അവരുടെ അടുക്കൽ കടന്നു ചെന്ന് ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച്, പ്രതിഫലം ഉദ്ദേശിച്ച്, അള്ളാഹുവിൻ്റെ അർശുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കി അതിനെ ചേർത്തു നിർത്താൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനത്തിനുള്ള പ്രവാചകന്റെ കൽപ്പന വന്നപ്പോൾ ആദ്യമായി തൻ്റെ കുടുംബക്കാരുടെ അടുക്കൽ ചെന്ന് കുടുംബത്തെ ചേർത്തു നിർത്തി അവർക്ക് പരിശുദ്ധ ദീനിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ് ചെയ്തത്. കേവലം നമ്മുടെ ഗിഫ്റ്റുകൾ, സമ്മാനങ്ങൾ കൊണ്ടുപോകുന്നതിനപ്പുറത്ത് പരിശുദ്ധ ദീനിനെ തെറ്റിദ്ധരിച്ച അല്ലെങ്കിൽ അല്ലാഹുവല്ലാത്തവരെ ആളുകളെ വിളിക്കുന്ന, അല്ലാഹുവല്ലാത്തവരിൽ അവലംബം തേടുന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങളിലൂടെ, അനാചാരങ്ങളിലൂടെ മുങ്ങി നീന്തി നടക്കുന്ന ഒരുപാട് കുടുംബക്കാർ നമ്മളെ നാട്ടിലും അതുപോലെ തന്നെ നമ്മുടെ അയൽപ്പക്കങ്ങളിലൊക്കെ ഉണ്ടാവും. അവരുടെ അടുക്കൽ ചെന്ന് ദീനിന്റെ മഹിതമായ സന്ദേശം കൂടെ അവർക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു ശ്രമം കൂടി നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്ന് ആത്മാർത്ഥമായി സൂചിപ്പിക്കുന്നു. റബ്ബ് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.